ആകുമ്പം അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് തീരുമ്പോഴേ ചോദിക്കില്ലേ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കില്ലേ. അവന്റെയൊക്കെ ഒരു യോഗം നഴ്സിംഗ് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു എന്നുള്ളത്. നമ്മള് എഴുതുന്ന പരിപാടിയൊന്നും അത്ര ഇഷ്ടമല്ല നമുക്ക്. ഞാൻ പഠിച്ച അതേ ലെവലിലാണോ നീയും പഠിക്കുന്നത് എന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊരു ഇപ്പൊ പഠിക്കാൻ ഇപ്പൊ ഞാൻ പഠിച്ച പോലെയാണോ നിനക്കും? അങ്ങനെയല്ല കളി കൂടുതലാണോ അതോ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആണോ? Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ഹലോ ഗൈസ്, ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് ബോയ്സിന് എങ്ങനെയാണ് BSc നഴ്സിംഗ് കൊള്ളാവോ, നല്ലതാണോ പഠിക്കാനായിട്ട്, അവർക്ക് ജോലി കിട്ടോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്നതിനേക്കാളും BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു ബോയിയെ കൊണ്ട് തന്നെ പറയിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇന്നിതാ വിളിച്ചു വരുത്തി നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ അവനോട് ചോദിക്കാം, അവൻ ആൻസർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൂടെ ഉള്ളത് അഖിലേപി, ഇപ്പോൾ 4th ഇയർ എൻ്റെ കൂടെ പഠിച്ച് ഇപ്പോൾ കഴിഞ്ഞതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ പൊതുവെ ഗേൾസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഗേൾസ് ഡോമിനേറ്റ് ചെയ്യുന്ന നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഒരു ഗേൾസിന്റെ ഒരു കോഴ്സ് ആണല്ലോ. അപ്പോൾ അതിലോട്ട് വരാനായിട്ട് എന്തായിരുന്നു ഒരു പ്രേരണ? എന്തുകൊണ്ട് അങ്ങനെ വന്നു? എന്റെ പ്രേരണ എന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞ് നോക്കിയത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഞാൻ നോക്കിയത് എടുക്കണമെന്ന് വിചാരിച്ച ഒരു പ്രൊഫഷണൽ കോഴ്സായിരുന്നു. അപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ജോബ് കിട്ടാനും നമുക്ക് നല്ല സ്കോപ്പ് ഉള്ളതാണ്, സാലറി കിട്ടാനും ഉള്ള ഒരു നല്ല ജോബാണ് നഴ്സിംഗ്. അപ്പോൾ എന്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെയാണ് നഴ്സിംഗിലേക്ക് വന്നത്. അപ്പോൾ അലോട്ട്മെന്റ് കൊടുത്ത് കിട്ടിയതാണ്. മെറിറ്റിൽ തന്നെ ഫസ്റ്റ് തന്നെ വരുവായിരുന്നു. കിംസിൽ കിട്ടിയതാണ്. മെറിറ്റിൽ തന്നെ ഫസ്റ്റ് തന്നെ കിംസിൽ കിട്ടിയതാണ്. നമ്മളൊക്കെ പാവങ്ങളുടെ മെറിറ്റിൽ തന്നെ ആദ്യമേ അങ്ങ് കിട്ടിയതേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു ഗേൾസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ, അപ്പൊ ഈ നഴ്സിംഗ് പഠിച്ചപ്പോ ബോയ് ആയതുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടായി? ഇപ്പൊ ബോയ്സ് ആണ്, ഞാനൊരു ബോയ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പാടാണ്, അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോഴ്സാണ്. അപ്പൊ കോളേജിലായാലും ക്ലിനിക്കൽ സൈഡിലായാലും നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെയ്ക്കും അങ്ങനെ വന്നിട്ടില്ല. വേറെ കുഴപ്പമൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് നഴ്സിംഗ് ആയതുകൊണ്ടല്ല, ബോയ് ആയതുകൊണ്ട് മാത്രം ഉള്ള ബുദ്ധിമുട്ട്, അല്ലാതെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രൊസീജിയർ വൈസ് ചെയ്യുമ്പോൾ ഫീമെയിൽ പേഷ്യന്റിനെ കിട്ടണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് വരും. നമ്മളെ 4th ഇയർ പഠിക്കുന്ന ഒബ്സ്ട്രറ്റിക്സ് ഉണ്ട്, OBG ഉണ്ട്. അപ്പൊ ആ സമയത്ത് ലേബർ റൂം പോസ്റ്റിംഗ് കിട്ടിയാൽ നമുക്ക് അതൊരു പാടായിരിക്കും. അപ്പം ഫീമെയിൽ പേഷ്യൻസ് പറയുമല്ലേ? ഫീമെയിൽ പേഷ്യന്റ് അങ്ങനെ പറയില്ല, നമ്മളത് അറിഞ്ഞ് മാറി നിന്ന് കൊടുക്കും. അതന്നെ, അറിഞ്ഞ് മാറി നിന്ന് കൊടുക്കും. കാരണം നമ്മളെ ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോയ്സ് ഒന്ന് മാറി കൊടുക്കും. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പ്രൊസീജിയർ വൈസ് ഒന്നും ബോയ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ബോയ് ഒരു നേഴ്സ്, കാരണം പല സ്ഥലത്തും ഇപ്പൊ എമർജൻസി തന്നെ മെയിൽ നേഴ്സസ് ആണ് കൂടുതലുള്ള ഫീമെയിൽ നേഴ്സസ്കാർ. എനിക്കിപ്പോ കമന്റ്സ് ഒക്കെ വരുന്നത് തന്നെ മെയിൽസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എമർജൻസിയിലൊക്കെ വരുമ്പം നമ്മൾ എമർജൻസിയിലൊക്കെ നിന്നപ്പോഴത്തേക്കും മെയിൽ സ്റ്റാഫാണ് ഫീമെയിൽ സ്റ്റാഫിനെക്കാളും കൂടുതലുള്ളത്. അപ്പൊ എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നത് എമർജൻസി, ICU അവിടെയൊക്കെയാണ്. കാരണം എമർജൻസി എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് പേഷ്യന്റ് വന്ന് നമുക്ക് അത് കെയർ കൊടുക്കേണ്ടതാണ്, ഷിഫ്റ്റിംഗ് ചെയ്യാനുള്ള ഇതാണ്. അപ്പം ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബോയ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഇപ്പൊ ചോദിച്ചിരുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബോയ്സിനുണ്ടോ എന്നുള്ളത്. നമ്മളിവിടെ ഒരു ഇത് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് ഹയറിംഗ് ഇൻ അബുദാബിയാണ്. മെയിൽ നേഴ്സസ് എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മെയിൽ നേഴ്സസിനെയാണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നതിനോട്
ഒരിതില്ല. ബോയ്സിനും ഗേൾസിനും ഒരേപോലെ തന്നെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടോ. ഇത് കുറച്ച് പഠിക്കുന്ന ലെവലിലാണ് കേട്ടോ. അപ്പൊ ഈ ഗേൾസ് പഠിക്കുന്ന അതേ ലെവലിലാണോ ബോയ്സും പഠിക്കുന്നത്? വെച്ചാൽ നമ്മൾ പഠിക്കുന്ന അതേ ഇൻട്രസ്റ്റും എഫേർട്ടും അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ പാടാണ് അങ്ങനെ എങ്ങാനും ഉണ്ടോ പഠിക്കാൻ? പഠിക്കാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ മെജോറിറ്റി നോക്കുമ്പോൾ മെജോറിറ്റി ബോയ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടുതലും എഴുതണ കാര്യത്തിലാണ് ഡിഫിക്കൽട്ടി വരുന്നത്. മെജോറിറ്റി ബോയ്സും ഒരു 80% ബോയ്സും കുത്തിയിരുന്ന് എഴുതാറില്ല. അപ്പൊ അത് നമുക്കൊരു പാടാണ്. നിങ്ങൾ കുത്തിയിരുന്ന് എഴുതൂല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്കില്ല് നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ നോക്കുമ്പോൾ അത് ഒരു മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യും. പക്ഷെ തിയറി വരുമ്പോൾ നമ്മൾ എഴുതിയെടുക്കാനുള്ള അസൈൻമെന്റ് ആയാലും അതൊരിതാണ്. പിന്നെ നമ്മള് തിയറിയിൽ പഠിക്കണേക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലെവലില് കണ്ടു വരുന്നത് നമ്മൾ അതേപോലെ തന്നെ പഠിക്കും. പക്ഷെ എഴുതണതിന്റെ കാര്യത്തിലാണ് ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇവനെയും കൂടെ ചേർത്ത് 4 ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ 4 ബോയ്സ് ഭയങ്കര സ്കില്ലാണ് അല്ലേ ചെയ്യുന്നതിൽ. ഇപ്പൊ ഞാനൊരു പ്രൊസീജിയർ ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ എന്നെക്കാളും അടിപൊളിയായിട്ട് അവൻ ചെയ്യും. കാരണം പ്രൊസീജിയർ വൈസ് കുറച്ച് പ്രാക്ടിക്കൽ വൈസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ട് കുറച്ച് സ്കില്ലായിട്ട് ചെയ്യാൻ ബോയ്സ് കുറച്ചും കൂടെ അടിപൊളിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പൊങ്ങിയൊന്നും വേണ്ട, എന്നാലും ഞാൻ പൊതുവേ ഉള്ള എല്ലാ ബോയ്സും, കാരണം അവർക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ തിയറിയിലൊക്കെ ഗേൾസ് തന്നെയാണ്. നമ്മുടെ ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഗേൾസ് തന്നെയാണ്. തിയറിയിലൊക്കെ ആദ്യം വരുന്നത് കാണാതിരുന്ന് പഠിച്ച് ഒക്കെ ഉള്ളത് ഗേൾസ് തന്നെയാണ്. പക്ഷേ ബോയ്സ് ആണ് കുറെ കൂടെ സ്കിൽ ലെവലിൽ അവർ കുറച്ചും കൂടെ അടിപൊളിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് ഗേൾസ്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ 63 ഗേൾസും 4 ബോയ്സുമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 63 ഗേൾസിന്റെ ഇടയിൽ ഒരു ശ്രീകൃഷ്ണനായി പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കണമെങ്കിൽ ആദ്യമൊക്കെ അഡാപ്റ്റ് ചെയ്യണ എൻ്റെ ഒരു പാടുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് നല്ലപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നപ്പം നമ്മൾ അതുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി. പഠിക്കുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാരും വിചാരിക്കും ഇത്രയും ഗേൾസ് ഉണ്ട്, ഇത്ര ബോയ്സേ ഉള്ളു, അവിടെ പോയി അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് കാണും, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റോറി ഒക്കെ ഇടുമ്പോ തന്നെ ഇവന്റെ ചുറ്റും ഇങ്ങനെ പെമ്പിള്ളേർ ഇരുന്നിട്ടായിരിക്കും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അല്ലേ. അപ്പൊ എല്ലാരും വിചാരിക്കും അവിടെ കമന്റ് വരും. എന്താ കമന്റ് വരണ? അവന്റെയൊക്കെ ഒരു യോഗം നഴ്സിംഗ് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു എന്നുള്ളത്. നിനക്കേ അറിയാവോ അതിന്റെ ബുദ്ധിമുട്ട്? നമ്മൾ ആ പഠിക്കണതിന്റെ ബുദ്ധിമുട്ടും പിന്നെ ഒരു ദിവസം അവിടെ ചെന്നാൽ നമുക്ക് പ്രാക്ടിക്കൽ കാണും, പോസ്റ്റിംഗ് കാണും, തിയറി ക്ലാസ് കാണും. അങ്ങനെയൊക്കെ ആ ഒരു സ്ട്രെസ് ഒക്കെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അവർക്കേ അറിയാവോ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. കാണുന്നവർക്ക് എന്താ രസം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ക്ലാസ് ടൈം വരുമ്പോൾ നമ്മൾ അല്ലാതെ ഒരു ഇതിലാണ് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി, ബോയ്സ് എന്ന് പറയുമ്പോഴേ ബോയ്സിൽ ഈ സ്പോർട്സിനോടൊക്കെ ഭയങ്കര കമ്പമായിരിക്കുമല്ലോ. അപ്പൊ സ്പോർട്സ്, ആർട്സ്, ആ വക കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കും പങ്കെടുക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പം ഒരുപാട് ഗേൾസ് ആണ്, നമ്മൾ നോക്കുമ്പോൾ തന്നെ ഫുൾ ഗേൾസ് ആണ്. അപ്പൊ ആ ഗേൾസിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് പങ്കെടുക്കാനും സ്പോർട്സിനും ഒക്കെ ഒരു അവസരമൊക്കെ കിട്ടാറുണ്ട്? ഉറപ്പായിട്ടും കിട്ടാറുണ്ട്. നമ്മൾ SNA എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരു വേർതിരിവ് വരുത്താറില്ല. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. സ്പോർട്സ് ബോയ്സ് ആണ് മെജോറിറ്റി നോക്കുന്നത്. സ്പോർട്സിന് ചെല്ലുമ്പോഴാണ് അത്രയും ബോയ്സ് നഴ്സിംഗ് പഠിക്കണമെന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ അതിനേക്കാളും കൂടിയിട്ടുണ്ട്. ഇപ്പൊ സീറ്റ് എല്ലാ കോളേജിനും സീറ്റും കൂട്ടി, ബോയ്സിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇപ്പൊ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ബോയ്സ് ആൻഡ് ഗേൾസിനും കൊടുക്കുന്നത്. ഇപ്പം ബോയ്സിന്റെ എണ്ണം കൂടി വരുവാണല്ലേ. അപ്പൊ നമ്മള് തന്നെ ഫസ്റ്റ് പഠിച്ചിരുന്നപ്പം ഇവര് 7 പേരായിരുന്നു. നമ്മൾ 7 പേരായിരുന്നു. ബാക്കിയുള്ളവര് ഓടിപ്പോക്കളഞ്ഞു. പാടൊക്കെ കൊണ്ട് ഭയങ്കര പാടായിരുന്നു. അവർക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതാനൊക്കെ ഇത്തിരി പാടൊക്കെ ആയിരുന്നോണ്ട് അവരൊക്കെ അങ്ങ് പോയി. അവസാനം വന്ന് ഈ 4 പേരാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോ ഇവർക്ക് നമ്മൾ കഴിഞ്ഞു വന്ന അടുത്തടുത്ത ബാച്ചുകൾ വന്നപ്പോ ഇപ്പൊ എത്ര പേരുണ്ട്? 25 ബോയ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് 4 ബോയ്സ് 4th ഇയർ പാസ്സായപ്പോ ഇപ്പം പ്രസന്റ്ലി നഴ്സിംഗ് പഠിക്കാനായിട്ട് നമ്മുടെ കോളേജിൽ 25 ബോയ്സ് ആണ് ഉള്ളത്. ബോയ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത്. ലിപ്സ്റ്റിക് വേണോ? ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ
അപ്പൊ ഇന്ന് നമ്മള് two questions. നമ്മൾ ബക്രീദിന്റെ ദിവസമാണ് എടുക്കുന്നത് അല്ലേ? ഇന്ന് വീഡിയോ നമ്മൾ ബക്രീദിന്റെ ദിവസം, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അർഷക്കിന്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ 4 ബോയ്സ് ഉണ്ടെന്ന്. അപ്പൊ അതിൽ അടുത്ത ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ എല്ലാരും കൂടെ ഇന്ന് പോവാണ്. അതാണ് നമ്മളിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനെ നേരെ വീട്ടിൽ വാ, നമുക്ക് വീഡിയോ എടുത്തിട്ട് നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം പോണം എന്നുള്ള ഇതിലിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് വയ്ക്കാം. അല്ല പാർട്ട് 2 ഒന്നും ഇല്ല, ഇത് തന്നെ. അപ്പൊ നമുക്ക് ഇത് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു എന്തോ സാലറി. അപ്പൊ നിങ്ങള് ഗേൾസിനും ബോയ്സിനും ഒരേ സാലറി ആണോ കിട്ടുന്നത്? ഒരേ സാലറിയാണ്. അപ്പോൾ ഈ ഒരു സാലറി ബേസ്ഡില് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു സാലറി അടിപൊളിയാണോ? ബോയ്സിന് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് നീ സാറ്റിസ്ഫൈഡ് ആണോ? അവർക്ക് സാറ്റിസ്ഫൈ ആവാൻ പറ്റുമോ ഈ ഒരു നഴ്സിംഗ് ജോലി ചെയ്തിട്ടുള്ള ഒരു സാലറിയിൽ? ഉറപ്പായിട്ട് സാറ്റിസ്ഫൈ ആവാൻ പറ്റും. ബോയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു നല്ല കോഴ്സാണ്. പ്രൊഫഷണൽ ബേസ് നോക്കുമ്പോൾ നല്ലൊരു കോഴ്സാണ്. കാര്യം എന്ന് വെച്ചാൽ നഴ്സിംഗ് പഠിച്ചൊരു 22 വയസ്സാകുമ്പോൾ നമ്മൾ നഴ്സിംഗ് പാസ്സായി ഇറങ്ങിയ അടുത്ത മാസം തന്നെ നമുക്ക് ജോലിക്ക് കയറാം. ഇപ്പോൾ ഫ്രഷറായിട്ട് കയറിയാലും 20,000 എബോ സാലറി കിട്ടുന്നതാണ്. അപ്പം അത് നമുക്കൊരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും പിന്നെ പയ്യന്മാരായതുകൊണ്ട് നേരത്തെ ജോലി കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അതാണ് പയ്യന്മാരാവുമ്പം അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് തീരുമ്പോഴേ ചോദിക്കില്ലേ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കില്ലേ. പക്ഷെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. അടുത്ത മാസം തന്നെ ജോലിക്ക് കയറാം, നമ്മുടെ സെയിം ഒരു സാലറിയും കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഗേൾസിനെക്കാളും ബോയ്സ് ആണ് ഇത്തിരി ഒന്ന് നിവർന്ന് നിൽക്കാറാവുമ്പോഴേ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം, വീട്ടുകാരെ നോക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലേ. അപ്പൊ അതിനെ പറ്റിയ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം, ജോലി കിട്ടാം. അടുത്ത് വിദേശത്തൊക്കെ പോവാനായിട്ട് താല്പര്യമാണല്ലേ? താല്പര്യം ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ വിദേശത്തൊക്കെ പോവാനായിട്ട് അപ്പൊ ഗേൾസിന് ഇപ്പൊ തന്നെ കണ്ടോ, പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തന്നെ എല്ലാരും അങ്ങ് UK, കാനഡ അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അപ്പോ വെളിയില് ബോയ്സിന് എങ്ങനെയാണ്? നല്ല സ്കോപ്പാണ്. ഞാൻ നേരത്തെ കാണിച്ചു അബുദാബിയിലേക്ക് വിളിച്ചേക്കുന്നത്. അതർ കൺട്രീസിലൊക്കെ എങ്ങനെയാണ്? ബോയ്സിന് നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ടോ? അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് ആണോ? ആണ്, ഉറപ്പായിട്ടും. വെളിയിൽ നമ്മളെ ബോയ്സിന് മെയിൽ നഴ്സിന് നല്ല ഒരു സ്കോപ്പുള്ള ഏരിയ ആണ്. മെന്റൽ ഹെൽത്ത് ആണല്ലേ? കൂടുതലും മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ് സ്കോപ്പുള്ള ഏരിയ. പിന്നെ ICU നല്ല സ്കോപ്പ് ഇല്ലേ ബോയ്സ്? മെയിൻ ആയിട്ട് മെയിൽ നഴ്സസിനെ വിളിക്കുന്നത് ഒന്ന് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, 2 എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കാനായിരിക്കും. എമർജൻസി എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി മെയിൽസിന് തന്നെ കൊടുക്കും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ഇത്തിരി ആരോഗ്യത്തോടെ വേണം. കാരണം സൈക്യാട്രിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവര് കുറച്ചും കൂടെ ഇടിക്കാനും അടിക്കാനൊക്കെ വരുമ്പോഴും ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റണമെങ്കിൽ മെയിൽ നഴ്സിന് തന്നെയായിരിക്കും കുറച്ചും കൂടെ അതിനുള്ള ഒരു ഫീമെയിൽസിന് പറ്റൂലെന്നൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇപ്പൊ വരും പെൺപിള്ളേർക്ക് പറ്റൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പെൺപിള്ളേർക്ക് പറ്റൂലെന്നൊന്നും അല്ല, പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തില് അതോറിറ്റി കൂടുതൽ വിശ്വസിക്കുന്നത് മെയിൽസിനെയാണ്. അതുകൊണ്ട് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലും അവർ കൂടുതലും മെയിൽ നഴ്സസിനെയാണ് വേണമെന്ന് പറയുന്നത്. അപ്പൊ മെയിൽസിന് എങ്ങനെയാണ് ഫർദർ സ്റ്റഡീസ്? എങ്ങനെയാണ് ഫർദർ? എന്നെ നോക്കിയെന്ന് വേണം, ഞാൻ പറഞ്ഞു തരൂല. എങ്ങനെയാണ് ഫർദർ സ്റ്റഡീസിന്റെ ആ ഒരു സ്കോപ്പ് എങ്ങനെയാണ്? ഫർദർ സ്റ്റഡീസ് എന്ന് പറയുമ്പം ഇപ്പം ഗേൾസ് ആണെങ്കിൽ മെജോറിറ്റി നോക്കണം, അവര് ടീച്ചിങ് കോഴ്സ് ആയിരിക്കും നോക്കണം. MSc എടുത്ത് ഫാക്കൽറ്റി ആയിട്ട് കയറാനേ നോക്കുള്ളൂ. മെയിൽസ് കൂടുതൽ സ്റ്റാഫായിട്ട് നിൽക്കാനാണ് നോക്കുന്നത്. പിന്നെ MSc എടുത്ത് സാറാവുന്നവരും ഉണ്ട്, ഹോസ്പിറ്റൽ സൈഡിൽ തന്നെ നിൽക്കുന്നവരും ഉണ്ട്. MSc എടുത്ത് ഹോസ്പിറ്റൽ സൈഡിൽ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ കുറച്ചുകൂടെ ഹയർ പോസ്റ്റും ഉണ്ട്. പിന്നെ അവരൊക്കെ നല്ല സ്കോപ്പാണ്. MSc നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എടുക്കും. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമ്മുടെ സൂപ്പർവൈസർ 2-3 പേരൊക്കെ MSc എടുത്ത് മെയിൽ നഴ്സസ് ആയിരുന്നു. നമ്മുടെ സൂപ്പർവൈസർ, നഴ്സ് മാനേജർ 2-3 പേരുണ്ടായിരുന്നു. നഴ്സ് മാനേജർ ആയിട്ടൊക്കെയുള്ള മെയിൽ ചേട്ടന്മാരായിരുന്നു. നല്ല രസമായിരുന്നു. അവര് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അവര് കൂടുതലും ഫീൽഡ് പോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ക്ലിനിക്കൽ സൈഡിൽ ചെയ്തു വന്നതാണ്. അപ്പം അവരൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മള് ഫീമെയിൽ നഴ്സസിനെക്കാളും കുറെ കൂടെ സമാധാനത്തിൽ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്
മെയിൽ സ്റ്റാഫ്സ് ആണ്. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് ഒരു വീഡിയോ. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. ഞാൻ വീണ്ടും ഇവനെ വിളിച്ചു നിർത്തി ഇതേപോലെ അടുത്ത ഒരു ഇന്റർവ്യൂ ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് റേഞ്ചിൽ ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും. ഇവനെ കൊണ്ട് തന്നെ ഞാൻ റിപ്ലൈ ചെയ്യിപ്പിക്കാം. പിന്നെ അല്ല നിങ്ങൾക്കൊന്ന് പേഴ്സണലി മെയിൽസിനെ കുറിച്ച് മെയിൽ നഴ്സസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഫർദർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കമൻറ്റ് ചെയ്തേക്കാം. ആ ഒരു കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബോയ്സിന്റെ മെയിൽ നഴ്സസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആശാനെ വിളിച്ചു വരുത്തിയത്. അതാവുമ്പോഴത്തേക്കും എനിക്കറിയാവുന്നതിനേക്കാളും ഒരു മെയിൽ നേഴ്സായി അപ്പോൾ മെയിൽ നേഴ്സ് പറയുന്നതായിരിക്കുമല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഉറപ്പ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവനെ വിളിച്ചു വരുത്തിയത്. ഈ വീഡിയോടെ തീർന്നു. ഇനി നീ എൻ്റെ വീഡിയോ വരത്തില്ല. ഓക്കെ. അപ്പം നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തോന്നുണ്ട് അത്രേ ഉള്ളൂ. ഷെയർ ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ ബ്രദേഴ്സോ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നഴ്സിംഗ് ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ള ബോയ്സ് ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബൈ ബൈ.